നമസ്കാരം. അജ്മലിന്റെ ദ ബോർഡർ ഓഫ് എ മൈൻഡ്.com ബ്ലോഗിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ സംസാര പരമ്പരയുടെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. ഈ ബ്ലോഗ് ശരിക്കും പറഞ്ഞാൽ അജ്മലിന്റെ ഒരു പേഴ്സണൽ സ്പേസ് ആണ്, അല്ലേ? അദ്ദേഹത്തിന്റെ ചിന്തകൾ, കല, എഴുത്ത്, അങ്ങനെ പലതും. അതെ, ഒരു ഡിജിറ്റൽ ഇടം, ജിജ്ഞാസയും അത്ഭുതവും ഒക്കെ കണ്ടെത്താൻ പറ്റിയൊരിടം. വർഷങ്ങളായി അദ്ദേഹം അതിലെഴുതുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് അദ്ദേഹത്തിന്റെ ക്യാരിയിങ് ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് യു എന്ന ഒരു പോസ്റ്റാണ്. നന്ദി കൂടെ കൊണ്ടു നടക്കാം എന്ന ആശയം. ആ തലക്കെട്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നന്ദി, അത് നമുക്ക് എപ്പോഴും കൂടെ കരുതാം, ജീവിതത്തിലെ എവിടെയും കണ്ടെത്താം. അതാണ് അതിന്റെ ഒരു ഇത്. ശരിയാണ്. അദ്ദേഹം പറയുന്ന ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചോ? വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. അതെ, അതാണ് അതിന്റെ ഭംഗി. സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ആർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. രാവിലെ ഒരു കാപ്പി കുടിക്കുന്നത്, അതിലേ സന്തോഷം. അല്ലെങ്കിൽ തിരക്കുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ, ചിലപ്പോൾ ലുലു ആയിരിക്കും, അവിടെ ക്യൂ നിൽക്കുമ്പോൾ പോലും നന്ദി തോന്നാമെന്ന്. ശരിക്കും ട്രാഫിക്കിൽ പെട്ട് ബോറെടുത്തിരിക്കുമ്പോൾ അപ്പോഴും നന്ദിക്കൊരു സ്കോപ്പ് ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നും, അല്ലേ? നമ്മൾ ഓർക്കാത്തൊരു ആംഗിളാണത്. അത് തന്നെ. പിന്നെ കോർണിഷിലൂടെ വെറുതെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ. പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം സ്വന്തം ബ്ലോഗ് വായിക്കുന്നതിനെക്കുറിച്ചും തമാശയായി പറയുന്നുണ്ടല്ലോ. ആഹാ, അതുണ്ട്. സ്വന്തം എഴുത്ത് വീണ്ടും വായിക്കുമ്പോഴും ഒരു സന്തോഷം, ഒരു നന്ദി തോന്നാമെന്ന്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം, ഒരു ചൂട് സമൂസ അല്ലെങ്കിൽ നല്ല ബിരിയാണി, ഇതൊക്കെ കഴിക്കുമ്പോഴും ആ ഒരു നന്ദിയുടെ ഫീല് വരാം. തീർച്ചയായും വരാം. സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുമ്പോൾ, നല്ലൊരു സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ. അതെ. അല്ലെങ്കിൽ വൈകുന്നേരം ഒരു സൂര്യാസ്തമയം കാണുമ്പോൾ, രാത്രി ആകാശത്ത് നക്ഷത്രങ്ങളെ കാണുമ്പോൾ, ഇതൊക്കെ നന്ദി തോന്നാനുള്ള നിമിഷങ്ങളാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇതിനർത്ഥം ഈ നന്ദിക്ക് പ്രത്യേകിച്ചൊരു സ്ഥലമോ സമയമോ ആവശ്യമില്ല. അതെപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം. ശരിയാണ്. ഈ ആശയം ബ്ലോഗിന്റെ ആകെ മൊത്തത്തിലുള്ള ഒരു തീമുമായിട്ട് നന്നായി ചേരുന്നുണ്ട്. അതായത് സാധാരണ കാര്യങ്ങളിൽ ഒരു അത്ഭുതം കണ്ടെത്തുക എന്നത്. അതെ. എക്സ്പീരിയൻസസ്, ഫിലോസഫി, തോട്ട്സ്, ഈ ടാഗുകളൊക്കെ അത് ശരിവെക്കുന്നുണ്ട്. ഇതൊരു ഫിലോസഫി കൂടിയാണ്, വെറും ഒരു ഫീലിംഗ് മാത്രമല്ല. നമ്മൾ ലോകത്തെ കാണുന്ന രീതിയെ തന്നെ ഇത് മാറ്റാൻ സഹായിക്കും, അല്ലേ? തീർച്ചയായും. തിരക്കിനിടയിൽ നമ്മൾ മിസ് ചെയ്യുന്ന ചെറിയ സന്തോഷങ്ങൾ, അനുഗ്രഹങ്ങൾ, അതൊക്കെ തിരിച്ചറിയാൻ ഇതൊരു നല്ല വഴിയാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു നിമിഷം ഒന്ന് നിർത്തി ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് നന്ദി പറയാൻ തോന്നുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഓർക്കാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോ ഈ സംഭാഷണം കേൾക്കാൻ പറ്റുന്നത് തന്നെയാവാം. അതെ, അല്ലെങ്കിൽ പുറത്ത് നല്ല കാറ്റടിക്കുന്നത്, എന്തുമാകാം. നമ്മൾ എത്രത്തോളം ഇത്തരം നിമിഷങ്ങളെ വിലമതിക്കുന്നുണ്ട് എന്നൊരു ചോദ്യം കൂടിയാണ് അജ്മലിന്റെ ഈ എഴുത്ത് മുന്നോട്ട് വെക്കുന്നത്. ശരിയാണ്. നന്ദി എന്നത് നമുക്ക് സ്വയം കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനമാണ്. എപ്പോഴും കൂടെയുള്ള ഒരു കൂട്ടുകാരനാണ്. ഈ പോസ്റ്റ് നമ്മളെ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായും. അജ്മലിന്റെ കൂടുതൽ ചിന്തകളും കാഴ്ചപ്പാടുകളും അറിയണമെങ്കിൽ ദ ബോർഡർ ഓഫ് എ മൈൻഡ്.com സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ്. അതെ, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മാത്രമല്ല, അതിനോടനുബന്ധിച്ചുള്ള ചിത്രീകരണങ്ങളും ചില പോഡ്കാസ്റ്റുകളും ഒക്കെ അവിടെ കാണാം. ഇലസ്ട്രേഷൻസ്, പോഡ്കാസ്റ്റുകൾ എന്നൊക്കെ ടാഗുകൾ കണ്ടിട്ടുണ്ട്. ഒരു വൈവിധ്യമുണ്ട് ഉള്ളടക്കത്തില്. തീർച്ചയായും. അദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണൽ പ്രോജക്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതെ. അപ്പോ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ സംസാരം ഇവിടെ നിർത്തുന്നു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. നന്ദി എന്ന ഈ മനോഭാവം കൂടെ കൊണ്ട് നടന്നാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് തന്നെ എന്ത് മാറ്റം വരുമെന്നൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും, അല്ലേ?